തിയേറ്ററുകാരുടെ പ്രതീക്ഷ എമ്പുരാനെത്തുമ്പോൾ ഇന്ന് വരെയുള്ള തിയേറ്ററുകാരുടെ എല്ലാ കടങ്ങളും തീർക്കപ്പെടാൻ പറ്റും എന്നുള്ളതാണ് തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുതന്നെ ആ സംഘടനയുടെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യം. കാര്യം ഇന്ന് വരെ മലയാളത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബുക്കിംഗ്, ഇന്ന് വരെ മലയാളത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ, അതാണ് ഈ പടത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ആ പ്രതീക്ഷ വാനോളം ഉയരട്ടെ, ആ പടം അങ്ങേയറ്റം സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ഷോ ഉണ്ട് തിയേറ്ററിൽ? എൻ്റെ തിയേറ്ററിൽ 6 ഷോ ഉണ്ട്. 6 ഷോ ഉണ്ട്. ആ എല്ലാ തിയേറ്ററിലും മിനിമം 6 ഷോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷ? സൂപ്പർ ഹിറ്റാവും. എല്ലാ കടങ്ങളും എല്ലാവരെയും തീർത്ത് തിയേറ്ററിലേക്ക് പഴയ പോലെ ആൾക്കാർ കയറും. സിനിമയ്ക്ക് പുതുജീവൻ കിട്ടും. ഈ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ അത്യാവശ്യമായ ഒരു സൂപ്പർ ഹിറ്റ് പടമായിരിക്കും. ഇതുകൊണ്ട് ഇതിൻ്റെ തുടർന്ന് വരുന്ന വിഷു ചിത്രങ്ങളും ആ സക്സസ് ഫോളോ ചെയ്യാൻ പറ്റും, അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മലയാളം ഇൻഡസ്ട്രിക്ക് അടുത്ത 2-3 മാസത്തേക്ക് ഇതിൻ്റെ സക്സസ് കൊണ്ട് ഓടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഇത് പല അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇതിപ്പം എങ്ങനെയാണ് അവിടുത്തെ കോതമംഗലത്തൊക്കെ അടിപൊളിയാണോ? അടിപൊളി. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. കർണാടക പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് KGF വന്ന് 1000 കോടി അടിക്കാമെങ്കിൽ നമ്മൾ വളരെയധികം നല്ല പടങ്ങൾ സൃഷ്ടിക്കുന്ന കേരളത്തിന് എന്തുകൊണ്ട് ഒരു 1000 കോടി അടിച്ചുകൂടാ? അതുകൊണ്ട് ഉറപ്പായിട്ടും എമ്പുരാൻ ഒരു 1000 ക്രോസിൻ്റെ ഒരു മൂവിയാണ്. ആ രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു നല്ലൊരു കാലമായിരിക്കും.